തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. അപ്പൊ ഈ പള്ളിയിൽ പതിവുള്ളതുപോലെ ഊട്ടുനേർച്ച സദ്യയൊക്കെ ഉണ്ട്. നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്നോണ്ടാണ് ഇന്നത്തെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്? മാർച്ച് 19 ഔസേപ്പിതാവിന്റെ തിരുനാള്. ഔസേപ്പിതാവ് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളും ആ ദൈവത്തിന്റെ ഹിതം ഇതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കേണ്ടവരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ഞങ്ങളും ഇന്ന് സമരപ്പന്തലിരിക്കുന്നത് ഞങ്ങളുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് എത്ര ആളുകളാണ് സമരത്തിന് ഇരിക്കുന്നത്? ഞങ്ങൾ 13 പേരിരിക്കുന്നുണ്ട് ഇന്ന്. ഇന്നത്തെ ഊട്ടുനേർച്ചയിൽ നിന്ന് നിങ്ങൾ പങ്കെടുക്കാണ്ട് പൂർണ്ണമായിട്ടും മാറി നിൽക്കുകയാണോ? അതെ, ഞങ്ങൾ ഊട്ടുനേർച്ചയിൽ നിന്ന് മാത്രം മാറി നിൽക്കുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ സമരപ്പന്തലിരുന്ന് വിശുദ്ധ കുർബാന കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പങ്കെടുക്കാൻ പറ്റാത്തതിൽ സങ്കടം തോന്നുന്നുണ്ടോ? ഒരിക്കലും സങ്കടമില്ല. കാരണം ഔസേപ്പിതാവ് നമുക്ക് വേണ്ടിയിട്ടാണ് ഈ തിരുക്കുടുംബനാഥനായി മാറിയത്. നമുക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ദൈവഹിതത്തിന് ഇഷ്ടപ്പെട്ട് ജീവിച്ചത് കൊണ്ടാണ് ഔസേപ്പിതാവ് തിരുക്കുടുംബത്തിന് നാഥനായി മാറിയത്. അപ്പോൾ ഔസേപ്പിതാവിന്റെ ദിനത്തിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് അത്യന്തം അഭിമാനമുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിരുനാളിൽ നിന്ന് വിട്ട് സദ്യയൊന്നും കഴിക്കാണ്ട് മാറി നിൽക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്. കാരണം ഈ നാടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും പേര് ഇന്ന് ഇവിടെ സംഗമിക്കാൻ സാധിച്ചത് ഒരു കൃപയായിട്ട് കരുതുന്നു. സമരം ഇങ്ങനെ നീണ്ടുപോവാണ്. 158 ദിവസമായി. എന്താണ് ഇനിയുള്ള മുന്നോട്ടുള്ള പ്രതീക്ഷ? എന്താണ്? സമരം നീണ്ടുപോകുന്നത് നമ്മുടെ ഈ രാഷ്ട്രീയ കോമരങ്ങളെല്ലാത്തിനും പൊളിച്ചടക്കിയെങ്കിൽ മാത്രമേ ഈ നാട് നന്നാവുള്ളൂ. കാരണം ഇതൊക്കെ വളരെ ഒരു ചെറിയൊരു പ്രശ്നം പരിഹരിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത മുഖ്യമന്ത്രിയും അതിനകത്ത കുറെ രാഷ്ട്രീയക്കാരും ഇവരൊക്കെ എന്തിനാണ് ഇവരെന്തൂട്ട് തേങ്ങ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഇവരൊക്കെ ഒരു കാര്യത്തിന് ഇവരെ അടിപ്പിക്കരുതെന്ന്. കാരണം അത് അടുത്ത ഇലക്ഷന് ഞങ്ങൾ അത് കറക്റ്റായിട്ട് ഞങ്ങളത് പ്രതികരിക്കുന്നത്. ചേട്ടാ, എങ്ങനെയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സദ്യയിൽ നിന്ന് ഊട്ട് തിരുനാളിൽ നിന്ന് മാറി നിൽക്കുന്നത്? അല്ല, ശരിയാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും മാർച്ച് 19 തിരക്കുകളിലായിരിക്കും. അപ്പം ഞങ്ങളിന്ന് ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു നാടകം കളിച്ചിരുന്നു, ദൈവനാമത്തിൽ ചതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഗ്രൂപ്പാണ് ഇന്ന് ഇരിക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ നാടിന് വേണ്ടിയാണല്ലോ. അപ്പം നമുക്കതൊരു സന്തോഷമായിട്ട് തന്നെ തോന്നുന്നു. ആദ്യമായിട്ടാണ് ഈ പെരുന്നാളിനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞ സങ്കടമുണ്ട്, എന്നാലും സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ നാടിന് വേണ്ടിയും അല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും അല്ല ഇരിക്കണം. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അമ്മച്ചി സ്ഥിരമായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇന്ന് ഔസേപ്പിതാവിന്റെ തിരുനാൾ ദിവസവും സമരത്തിലിരിക്കുവാണ്. പെരുന്നാൾ ദിവസം പ്രമാണിച്ചല്ല, നമ്മുടെ ദേശത്തിന് വേണ്ടി ആവോളം നമ്മുടെ ജീവന്റെ തുടിപ്പ് നിൽക്കോളം ഇത് സാധിക്കുന്നോളം സമരത്തിന് ഇരിക്കും എന്നുള്ളതാണ്. അത് സമരം എത്രത്തോളം നീണ്ടുപോകുന്നോ, എത്രത്തോളം ശക്തിപ്പെടുന്നോ അതിൻ്റെ കൂടെ ജീവിച്ചിരിക്കുമെങ്കിൽ നിൽക്കും. മാതാപിതാക്കളും അതിൻ്റെ തലമുറകളായിട്ട് ഞങ്ങളുടെ അപ്പൂപ്പന്മാരായിട്ട് നേടിയെടുത്ത ഈ ഭൂമി അവരുടെ ചോര വെള്ളമാക്കി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൈമാറിയ ഈ ഭൂമി ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങി 37 വർഷങ്ങളായി ഞങ്ങൾ സകലവിധ റവന്യൂ അവകാശങ്ങളോടുകൂടി ഉപയോഗിച്ചിരുന്ന ഈ ഭൂമിക്ക് വക്കപ്പിൻ്റെ ഈ കടന്നുകയറ്റം ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. ഞങ്ങളുടെ ജീവൻ തുടിക്കുന്ന നാൾ വരെയും ഞങ്ങൾക്ക് ഇതിനു വേണ്ടി പോരാടും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, ഞങ്ങളുടെ തലമുറക്ക് വേണ്ടി ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കണം, ഞങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ചടക്കണം. ഞങ്ങൾ അനുഭവിച്ച ദാരിദ്ര്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കാൻ പാടില്ല. ഞങ്ങൾക്കുള്ള ഈ വസ്തു മാത്രമാണ് ഞങ്ങൾക്കുള്ള ഒരു സഹായം. ഞങ്ങൾക്കുള്ള സ്വത്തെന്ന് പറയുന്നത് ഞങ്ങളുടെ കൈവശമുള്ള ഈ വസ്തുവാണ്. ഈ വസ്തുവിൻ്റെ റവന്യാവകാശം തടഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാ അവസ്ഥയും ദാരിദ്ര്യത്തിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടതായിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. ഈ ഗവൺമെന്റ് ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഭരണകക്ഷികൾ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ആപ്പാടെ ഇപ്പോഴുള്ള ഒരു പ്രതീക്ഷ പാർലമെന്റിൽ നടക്കുന്ന ആ ബില്ല് ഞങ്ങൾക്ക് അനുകൂലമായി തീരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങളിരിക്കുകയാണ്. ഞങ്ങളുടെ സമരങ്ങളും സമരമുറകളും ഇനി ഗവൺമെന്റ് തലത്തിലേക്ക് നീണ്ടുപോകും. താലൂക്കിലായാലും കളക്ട്രേറ്റിലായാലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലായാലും ഞങ്ങൾ ഇനി സമരമുറകൾ തന്നെ തുടർന്നുകൊണ്ട് പോകാൻ പോയാണ്.
19 വർഷത്തിനിടയിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഔസേപ്പ് പിതാവിന്റെ തിരുനാൾ നിന്നും മാറി നിന്ന് ഉപവാസത്തിലിരിക്കുക അല്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ള ആദ്യമായിട്ടുള്ള സംഭവമാണ്. സങ്കടമുണ്ടോ? സങ്കടമൊന്നുമില്ല. ഞങ്ങളുടെ ഭൂമിക്ക് വേണ്ടി ഞങ്ങളൊരു സമർപ്പണം പോലെ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു തിരുനാള് ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ആഘോഷിക്കുമ്പോഴും ഞങ്ങളുടെ ഭൂമിക്ക് വേണ്ടി, ഞങ്ങളുടെ നാടിന് വേണ്ടി ഇത് സമർപ്പിക്കുമ്പോൾ ഹൃദയത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. സദ്യ കഴിക്കണ്ടേ? സദ്യ കഴിക്കണില്ലെന്ന്, കാരണം ഞങ്ങൾ നിരാഹാരത്തിലല്ലേ. അപ്പൊ മനസ്സിൽ ഞങ്ങള് സമൃദ്ധമായ ഒരു സദ്യ തന്നെ കഴിച്ചുകൊണ്ടാണ് ഈ നിരാഹാരത്തിലായിരിക്കുന്നത്.